നമ്മൾ ചിന്തിച്ചു വരുന്ന ദൈവവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത് ഹല്ലേലൂയ 3 ഉയർപ്പുകൾ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ചെയ്ത 3 ഉയർപ്പിക്കലുകൾ. നമ്മുടെ ചിന്ത ബേസിക് എവിടെ കിടക്കുന്നത്? ലൂക്കോസിൽ മാത്രം. സ്തോത്രം. ഇതാദ്യം കേൾക്കുന്നവർക്ക് പിടുത്തമൊന്നും കിട്ടുകയില്ല. എങ്കിലും നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. സമയമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തൊന്ന് കണ്ട് കേട്ട് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ലൂക്കോസിൽ മാത്രം കാണുന്ന അത്ഭുതങ്ങൾ, 6 അത്ഭുതങ്ങൾ. ആമേൻ. അതിൽ നമ്മൾ നിൽക്കുന്നത് എത്രാമത്തെ അത്ഭുതത്തിലാണ്? 2ാമത്തെ അത്ഭുതത്തിൽ. നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചത്. സ്തോത്രം. ഇനി എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. സ്തോത്രം. ഇപ്പോഴും ബാക്കി 4 എണ്ണം കിടക്കുക. പിന്നെ നമ്മൾ ഇനി എങ്ങോട്ട് കയറണം? യോഹന്നാനിലോട്ട്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ആമേൻ. തീരുന്നിടത്തോട്ട് തീരട്ടെ. എങ്കിലും നമ്മളെ ഓരോ ദിവസവും ദൈവം ബലപ്പെടുത്തുന്നത് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അപ്പം 3ാമത്തെ ഉയർപ്പ്, ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മൾ ചിന്തിച്ചത് ബഥാനിയയിലെ ലാസറിൻ്റെ ഉയർപ്പാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്, ആമേൻ, സ്തോത്രം, നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുകയാണ്. നമ്മൾ ലൂക്കോസിലെ അത്ഭുതം മാത്രം ചിന്തിച്ചപ്പോൾ നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു ഉയർപ്പിച്ച 3 വിടുതലുകൾ. സ്തോത്രം. 3 പേരെയാണ് കർത്താവ് ഉയർപ്പിച്ചത്. ആരായിരുന്നു? ആദ്യം യായിറോസിൻ്റെ മകൾ. 2ാമത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു നൈനിലെ വിധവയുടെ മകൻ. ഇന്ന് നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്കാണ്. 11-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാനാണെങ്കിൽ 45, 46, 47 വാക്യങ്ങളുണ്ട്. വായിക്കുന്നയാൾ എന്നെ ഇങ്ങനെ നിസ്സഹായതയോടെ നോക്കുന്നത് കൊണ്ട് വാക്യം വായിപ്പിക്കുന്നില്ല. എങ്കിലും നമ്മൾ ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, വളരെ ദീർഘമായ ഒരു കോൺവെർസേഷനും കാര്യങ്ങളുമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം, സ്തോത്രം, മാർത്തയുടെയും മറിയയുടെയും, ആമേൻ, സഹോദരനായ ലാസർ ദീനമായി, ആമേൻ, മരിച്ചുപോയി. ആ ലാസറിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട, ആമേൻ, സംഭവങ്ങളാണ് നമ്മൾ 11-ാം അധ്യായത്തിൽ സത്യം പറഞ്ഞാൽ കാണുന്നത്. ആ ഒരു ഫുൾ അധ്യായവും അതുമായി ബന്ധപ്പെട്ടും അതിനോട് ചേർന്നുള്ള സംഭാഷണങ്ങളുമാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. അപ്പം ഞാനൊരു വാക്യം വായിച്ച് കയറാതെ അതിനെ മൊത്തത്തിൽ ഒരു വീക്ഷണത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഇന്ന് രാത്രി ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രാർത്ഥനയോടെ നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഈ അത്ഭുതത്തെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ, സ്തോത്രം, പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 വീക്ഷണത്തോട് വേണം നമ്മൾ ഈ അത്ഭുതങ്ങളെ കാണാൻ. ഈ അത്ഭുതത്തെ കാണാൻ. ഏത് അത്ഭുതത്തെ? ലാസറിൻ്റെ ഉയർപ്പ് എന്ന ഈ അത്ഭുതത്തെ 5 ആസ്പെക്റ്റിൽ വേണം നമ്മൾ കാണാൻ. 5 വീക്ഷണത്തോടെ, കാഴ്ചപ്പാടോടുകൂടെ വേണം അത് കാണാൻ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 നറേറ്റീവ് ആസ്പെക്റ്റാണ്, അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ വിവരണത്തിൻ്റെ വീക്ഷണം. അത് എഴുതിയിരിക്കുന്ന ഒരു വീക്ഷണമുണ്ട്. ഒന്നേതാ? സ്തോത്രം. പറഞ്ഞേ. സഭായോഗമാണ് എങ്കിലും നമ്മുടെ പഠനം നമുക്ക് തുടർന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പ്രതികരിക്കണം. 1 നറേറ്റീവ് ആസ്പെക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ആ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ചിന്തകൾ. ആമേൻ. എന്ന് പറഞ്ഞാൽ എന്താ അത്? ആമേൻ. നമ്മൾ ഈ ഭാഗങ്ങൾ വിശേഷാൽ ഈ അത്ഭുതത്തെ പഠിക്കുമ്പോൾ, ഇതിൻ്റെ ടൈം പഠിക്കുമ്പോൾ, ഇതിൻ്റെ സമയം പഠിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ പെസഹയോട് അടുത്ത അത്ഭുതമാണ് ഇത് നടക്കുന്നത്. ഇതിന് ശേഷം 6 ദിവസം കഴിയുമ്പോൾ പെസഹയാണ്. അത് കഴിയുമ്പോഴാണ് യേശു എന്ത് ചെയ്യപ്പെടുന്നേ? ക്രൂശിക്കപ്പെടുന്നത്. അപ്പം തൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് നടക്കുന്ന, അതിനോട് സാമീപ്യമുള്ള അത്ഭുതമാണ് ഇത്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലെ ക്ലൈമാക്സ് മിറക്കിൾ, ക്ലൈമാറ്റിക് മിറക്കിൾ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ആമേൻ. ഈ അത്ഭുതത്തെ നമ്മൾ അങ്ങനെയാണ് അവിടെ കാണുന്നത്. ക്രൂശീകരണത്തോട് അടുക്കുന്ന സമയത്താണ്, ആമേൻ, നമ്മൾ താഴോട്ട് ചിന്തിച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. സ്തോത്രം. ഈ അത്ഭുതം കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ 1 നറേറ്റീവ് ആസ്പെക്റ്റാണ്. 2ാമത്തേത് തിയോളജിക്കൽ ആസ്പെക്റ്റാണ്, ദൈവശാസ്ത്രപരമായ വീക്ഷണം.
ദൈവശാസ്ത്രപരമായ വീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അത്ഭുതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്യന്തികമായ ദൈവമക്കളുടെ ആത്യന്തികമായ ശത്രുവായ മരണത്തെ കർത്താവ് ജയിക്കുന്നു എന്നുള്ള സ്തോത്രം തിയോളജിക്കൽ ആസ്പെക്റ്റാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ മനസ്സലിവിൽ ആത്യന്തികമായ ശത്രുവായ മരണത്തെ പരാജയപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മൾ ഈ അത്ഭുതത്തിൽ കാണുന്നത്. അപ്പം രണ്ടാമത്തേതാ? തിയോളജിക്കൽ ആസ്പെക്റ്റ്, ദൈവശാസ്ത്രപരമായ വീക്ഷണം. മൂന്നാമത്തെ ആസ്പെക്റ്റാണ് ക്രിസ്റ്റോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയും. ക്രിസ്റ്റോളജിക്കൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുശാസ്ത്രം, ക്രിസ്തുവിനെ പറ്റിയുള്ള പഠിപ്പിക്കലുകളെയാണ് ഏതിന് വിളിക്കുന്നത്? ക്രിസ്തുശാസ്ത്രം അല്ലെങ്കിൽ ക്രിസ്റ്റോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്തു വീക്ഷണത്തിൽ എങ്ങനെയാ? സ്തോത്രം. അവിടെ മറിയയും മാർത്തയും ഒക്കെ അവരുടെ പ്രശ്നം യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്നൊരു പദമുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പം ആത്യന്തികമായൊരു പ്രസ്താവന അവിടെ നടത്തുകയാണ്. ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ക്രിസ്റ്റോസ്, ഞാനാണ് ക്രിസ്തു എന്ന വെളിപ്പെടുത്തൽ. അത് മറിയയുടെ മറുപടിയിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, നീ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള പദം അവിടെ സഹോദരിമാരോട് പറയുന്നുണ്ട്. അപ്പം മൂന്നാമത്തെ ആസ്പെക്ട് എന്താ? ക്രിസ്തുശാസ്ത്ര വീക്ഷണം, ക്രിസ്റ്റോളജിക്കൽ ആസ്പെക്ട്. നാലാമത്തെ വീക്ഷണം എന്ന് പറയുന്നത് എസ്കറ്റോളജിക്കൽ വീക്ഷണമാണ്. എന്ന് പറഞ്ഞ് എസ്കറ്റോളജിക്കൽ വീക്ഷണം എന്ന് പറഞ്ഞാൽ അന്ത്യകാല ശാസ്ത്ര കണ്ണിലൂടെ നമ്മൾ ഇതിനെ കാണുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദൈവമക്കളുടെയും ഭാവി പ്രത്യാശയെ, ഭാവി എന്താണെന്നുള്ളതിനെ ഈ ഉയർപ്പിക്കലിലൂടെ കർത്താവ് തെളിയിക്കുകയാണ്. ഇവിടെ ഇടുന്ന രാമൻ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിൻ്റെയും ഭാവിയിൽ ഒരു പുനരുത്ഥാനമുണ്ട്. എന്നും അവൻ ഉറങ്ങിക്കിടക്കത്തില്ല. എങ്ങനെ മരിച്ചാലും എതുവഴി മരിച്ചാലും വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പിൻ്റെ ഒരു സുപ്രഭാതമുണ്ടെന്ന് വീക്ഷണം തെളിയിക്കുന്ന അന്ത്യകാല ശാസ്ത്രമാണ് ഈ അത്ഭുതം എന്ന് പറയുന്നത്. രാത്രി പ്രത്യാശയുള്ളവർ ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. നമുക്ക് ആർക്കും ഒരു പിടുത്തവുമില്ല, എങ്ങനെ മരിക്കും, എപ്പം മരിക്കും. സ്തോത്രം. എങ്ങനെ മരിച്ചാലും എപ്പം മരിച്ചാലും നമ്മുടെ അകത്തൊരു പ്രത്യാശയുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ എതിരേൽക്കാൻ ഒരു ദിവസം മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. വചനം പറയുന്നത് മരിച്ചവർ അവൻ്റെ ശബ്ദം കേൾക്കുമെന്നാ, അല്ലേ? അങ്ങനെയാണെങ്കിൽ 10,000 വർഷം 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ മരിച്ചവരെങ്ങനെയാ ഏതാണ്ട് 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും കഴിയുമെന്നാണ്. സ്തോത്രം. അവസാനം കുറച്ച് നഖവും കുറച്ച് മുടിയും ഒക്കെ ശേഷിക്കുന്നത്. വല്ലതും കിട്ടിയാൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ 100 വർഷം മുമ്പ് 2000 വർഷം മുമ്പൊക്കെ വെന്തു മരിച്ചവർ, ഒന്നും ശേഷിക്കാതെ മരിച്ചവർ ഒക്കെ എങ്ങനെയാ? അതാ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു ഇവിടെ സ്തോത്രം യോഹന്നാനിൽ സ്തോത്രം നമ്മൾ കാണുന്ന ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ അതിപ്രധാനപ്പെട്ട വീക്ഷണമാണ് എസ്കറ്റോളജിക്കൽ വീക്ഷണം. ഇത് വായിക്കുന്ന ഏതൊരു വിശ്വാസിയും ഏതൊരു മനുഷ്യനും മനസ്സിലാക്കണം, മരണത്തിനപ്പുറത്ത് ഉയർപ്പിൻ്റെ ഒരു ജീവൻ വ്യാപരിപ്പിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. അതിലേക്ക് ഓരോ മനുഷ്യനെയും ചൂണ്ടിക്കാണിക്കുന്ന അത്ഭുതമാണ് ഈ അത്ഭുതം. അപ്പം 4 സ്തോത്രം അത്ഭുതങ്ങളെ സ്തോത്രം 4. അഞ്ചാമത്തേത് പേഴ്സണൽ ആസ്പെക്റ്റാണ്. പേഴ്സണൽ ആസ്പെക്ട് അതാണ് ആപ്ലിക്കേഷൻ. അതാണ് ഇത്രയും നാളുമൊക്കെ കേട്ടോണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ വീക്ഷണം. യേശു ഉയർപ്പിക്കും, എന്നെ വിടുവിക്കും. നാറ്റം വെച്ചാലും 4 ദിവസമായി നമ്മൾ പാടുന്ന പാട്ടില്ലേ, 4 നാളായാലും നാറ്റം വമിച്ചാലും, അത് നമ്മുടെ പ്രശ്നത്തോട് നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്തോത്രം പറയും. തെറ്റാണോ അത്? തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല, അല്ലേ? സ്തോത്രം. ഈ വചനത്തിലുള്ള എല്ലാ വചനങ്ങളും എല്ലാ വിടുതലുകളും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇരമ്യാവിലൊക്കെ വായിക്കുന്ന മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇത് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നൊക്കെയുള്ള വാക്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭാവിയോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അല്ലാതെ ഇന്നൊരു വാതിൽ അടഞ്ഞു നാളെ വേറൊരു വാതിൽ തുറക്കും, അതല്ല സത്യം പറഞ്ഞാൽ അതിൻ്റെ ആശയം. പക്ഷേ അതും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? നമ്മുടെ വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി വചനം ഉപയോഗിക്കാം. പിടികിടുന്നവരെ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പുഴുവാ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ആരാക്കി മാറ്റും, മെതിവണ്ടിയാക്കി മാറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ ആരാധിക്കും. അത് സെറ്റാണോ? ഒരിക്കലുമല്ല. ഈ വചനത്തിലുള്ള സകല വചനങ്ങളും വിടുതലുകളും ദൈവമക്കൾക്ക് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് വിഷയങ്ങളിൽ അപ്ലൈ ചെയ്യാം.
അപ്പൊ അഞ്ചാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത്, വീക്ഷണം എന്ന് പറയുന്നത് എന്താ? പേഴ്സണൽ ആസ്പെക്റ്റ് ആണ്. ആമേൻ, സ്തോത്രം. അപ്പം ഇങ്ങനെ 5 വീക്ഷണമാണ് നമ്മൾ ഈ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ തിരിച്ചറിയേണ്ടത്. ആമേൻ, സ്തോത്രം. ഒന്നുകൂടെ ആവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഒന്നാമത്തെ ഏതാണ്? നറേറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വിവരിച്ചിരിക്കുന്ന ഒരു വീക്ഷണം. അവിടെയാണ് നമ്മൾ കണ്ടത് ഇത് യേശുവിൻ്റെ മിനിസ്ട്രിയുടെ ക്ലൈമാറ്റിക് മിറക്കിൾ എന്നാണ്. ഇതിന് ശേഷം നമ്മളൊരു മിറക്കിൾ കാണുന്നത് തിബരിയാസ് കടലിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ക്രൂശീകരണത്തോട് അടുക്കുമ്പോൾ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ഭാഗത്തെ ചിന്തിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തേത് തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായ വീക്ഷണമാണ്. അവിടെ എന്താ? സ്തോത്രം, ആത്യന്തികമായ ജയം, മരണത്തെ കർത്താവ് ജയിക്കും എന്ന് തെളിയിക്കുന്ന അത്ഭുതമാണ്. മൂന്നാമത്തേത് ക്രിസ്റ്റോളജിക്കൽ, ക്രിസ്തുശാസ്ത്ര വീക്ഷണം. അതെന്താണ് ക്രിസ്തുശാസ്ത്ര വീക്ഷണം എന്ന് പറഞ്ഞാൽ? ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. സ്തോത്രം, ആമേൻ. ക്രിസ്തുശാസ്ത്രം ദൈവത്വത്തിൻ്റെ മരണത്തിൻ്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന സ്തോത്രം വീക്ഷണമാണ്. നാലാമത്തേത് എസ്കറ്റോളജിക്കൽ, അന്ത്യകാല ശാസ്ത്ര വീക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവമക്കൾക്കും ഒരു ഭാവിയുണ്ട്. എല്ലാവരും മരിച്ചവർ ആമേൻ, സ്തോത്രം, നിദ്ര വെച്ച് കിടക്കത്തില്ല. ഉയർപ്പുണ്ട്. വിശ്വസിക്കണം. ഹല്ലേലൂയ. നമുക്കൊരു ഉയർപ്പ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തേതാണ് പേഴ്സണൽ ആസ്പെക്റ്റ്, വ്യക്തിപരമായ വീക്ഷണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നിലകളിൽ അതിനെ കാണണമോ എടുക്കണമോ അതെല്ലാം നമുക്ക് ആ നിലകളിൽ എടുക്കാം. അതിനകത്ത് തിയോളജി ഒന്നും ഒരു വിഷയമല്ല. തിയോളജിയാണ് നമ്മുടെ പേഴ്സണൽ ആസ്പെക്റ്റിനെ ബാധിക്കുമെങ്കിൽ ഇതിനകത്ത് പറയുന്ന പല വചനങ്ങളും നമുക്ക് ഏറ്റുപറയാനൊക്കത്തില്ല. പക്ഷേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് തിയോളജി ഒന്നും വേണ്ട. നിങ്ങൾ കിട്ടുന്ന വചനം വെച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ വചനം നമ്മളെ വിടുവിച്ചിരിക്കും. സ്തോത്രം. അപ്പം ഇങ്ങനെ 5 നിലകളിൽ വേണം നമ്മൾ ഈ ഒരു അത്ഭുതത്തെ. അപ്പം കണ്ടോണം, അവൻ യായിറോസിൻ്റെ വീട്ടിലെ അത്ഭുതത്തിൽ നിന്നും നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച അത്ഭുതത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റായ ഒരു വലിയ പ്രാധാന്യത ഈ അത്ഭുതത്തിന് സ്വർഗം കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തോട്, സകല സൃഷ്ടികളോടും, സകല മനുഷ്യരാശിയോടും ഇതിനകത്തൂടെ സ്വർഗം ഒരു വലിയ ദൂത് വിളിച്ചു പറയുന്നുണ്ട്. അത് 5 നിലകളിൽ നമ്മൾ ചിന്തിക്കണം. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, അതിലേക്കൊക്കെ ദൈവം അനുവദിച്ചാൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ, സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ ഭാഗത്തിലേക്കൊന്ന് വരാൻ പോകുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഈ അത്ഭുതം യേശുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ എൻ്റെ കൂടെ വരണം. നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ സ്തോത്രം, ആദ്യമായി നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മുടെ ഫസ്റ്റ് ആസ്പെക്റ്റ് ഏതാ? ആമേൻ, ക്രൂശീകരണത്തോടടുത്ത സമയത്ത് നടത്തി. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കണം. ശ്രദ്ധിച്ചേട്ടെ, ഈ അത്ഭുതം കഴിഞ്ഞപ്പോൾ യേശുവിനെ ക്രൂശിക്കാനും യേശുവിനെ പിടിക്കണം, യേശുവിനെ നശിപ്പിക്കണമെന്നുള്ള മഹാപുരോഹിതന്മാരുടെ ആലോചന കുറേ നാളായിട്ടുണ്ട്. അതിന് വേഗത കൂടി. സ്തോത്രം. ആ 11-ാം അധ്യായത്തിൻ്റെ 46, 47, 48 വാക്യങ്ങൾ പ്രാരംഭമായി വായിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. 46, 47, 48. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനെ വിശ്വസിക്കും. റോമക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പരീശന്റെ പുളിച്ച. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത്രയും ഭയങ്കര ഒരു വിടുതൽ നടന്നിട്ടും അതിന് ആമേൻ പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. അന്നേരം ഇവരുടെ ചിന്ത എന്താ? ഇവനെ എങ്ങനെ ഒതുക്കാവുന്ന. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ, അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. നമ്മൾ ഒരുമാതിരി മനസാക്ഷിയുള്ളവരൊക്കെയാണ് എന്ത് ചെയ്തു കളയും? തീർച്ചയായും കർത്താവിൻ്റെ കാലെ വീഴും. കാരണം രോഗം മാറുമല്ലായിരുന്നു, നാറ്റം വെച്ച് 4 ദിവസമായ ഡെഡ് ബോഡിയെ ഉയർപ്പിച്ചതാ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണെന്നറിയാമോ ഇവർക്കിത് പറ്റാഞ്ഞേ? ഇവരുടെ അകത്ത് മതം കയറിയിരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ രാത്രി? ഇവരുടെ അകത്ത് എന്താ?
വിശ്വാസമല്ല, സ്പിരിച്വാലിറ്റി അല്ല, ഇവരുടെ അകത്ത് റിലീജിയൻ കയറിയിരിക്കുക. മതം, പാരമ്പര്യം. അത് പൊട്ടിയെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി കാണാൻ പറ്റത്തുള്ളൂ. ഇന്നെന്താ പല സഭകളും വരണ്ടു പോകുന്നേ? പേരിനെന്തുവാ? വിശ്വാസിയാ. പക്ഷെ പലരുടെയും അകത്ത് മതമാ കയറി കിടക്കുന്നത്, പെന്തക്കോസ്തു മതം. അത് പൊട്ടണം. അത് പൊട്ടുമ്പോഴാണ് അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നത്. രാമൻ പറഞ്ഞേ, എന്തോ പൊട്ടണം? പറ. അകത്തെ മതം പൊട്ടണം എന്ന് പറ. അടുത്തിരിക്കുന്ന തട്ടിയിട്ട് പറ, മതം പൊട്ടണം എന്ന് പറ. മതം ഇളകണമെന്നല്ല, മതം പൊട്ടണമെന്ന് പറ. അല്ല, ഞാൻ ആ ഭാഗം ഒന്ന് ചിന്തിച്ച, നിങ്ങളുടെ ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ ഇട്ടു തരിക. ഇത്രയും വലിയ അത്ഭുതം നടന്നിട്ട് ഇവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? യേശുവിനെ അംഗീകരിക്കില്ല. അവിടെ പറഞ്ഞു കേട്ടോ, യേശുവിനെ ഇങ്ങനെ വിട്ടാ ശരിയാകത്തില്ലെന്ന്. ഇനി 53 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുവരെ പിടിക്കണമെന്നൊക്കെയുള്ള ആലോചന നടക്കുന്നുണ്ടെങ്കിലും ആ അത്ഭുതം കഴിഞ്ഞതോടുകൂടെ അവർ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു, ഇനി അത് പോരാഞ്ഞതിന് സ്തോത്രം, ഇവനെ മാത്രമല്ല ലാസറിനെയും കൊല്ലണമെന്ന് പറഞ്ഞു. അടുത്ത അധ്യായത്തിലുണ്ടത്. വായിച്ചേ, 2-ാമത്തെ വാക്യം തോന്നുന്നു, വായിച്ചേ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കറിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ചുള്ള വിചാരങ്ങൾ ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ അത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ലതാനും എന്ന് പറഞ്ഞു. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ കൂട്ടർ വന്നു. യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണാനായിട്ടും കൂടെ വന്നു. യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അപ്പം ലാസർ ഒരു വലിയ സംസാര വിഷയമായി. ഇത് പിശാചിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ, നിനക്ക് വിടുതൽ കിട്ടിയെന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കൂട്ടമുണ്ട്. യേശു നിമിത്തം വന്നെന്ന് പറഞ്ഞ ഒരു ന്യായമുണ്ട്. പക്ഷെ ഇപ്പം ഇച്ചിരൂടെ അതിര് കടന്നു. ഇപ്പൊ ആരാ അവിടെ കൂടിയ ജനത്തിന്റെ പങ്ക് വഹിക്കുന്നേ? യേശുവിനെ കാണാമെന്നൊരു മാത്രമല്ല, യേശുവിന്റെ അത്ഭുതത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ ലാസറിനെയും കൂടെ കാണാൻ ഇപ്പൊ അവിടെ. അതുകൂടെ ആയപ്പോഴത്തേക്ക് ഇവന്മാർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇത്ര നാൾ യേശു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ലാസറിന്റെ പേരിൽ കൂടെ ആര് വരുന്നു? ആള് വരുന്നു. അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ ലാസറേയും ആര് ഹേതുവായി? ആ വാക്യം കൊണ്ട് ശ്രദ്ധിച്ചു വായിക്കണം. അവൻ ഹേതുവായി. ആരാ അവൻ? ലാസർ ഹേതുവായി പലരും എന്ത് ചെയ്തു? കാരണം ഇന്നലെ വീട്ടിൽ വന്ന് അനുശോചനം പറഞ്ഞിട്ട് പോയ അച്ഛൻ പിറ്റേ ദിവസം നോക്കിയപ്പോൾ പുള്ളി അവിടെ നിൽക്കുന്നു, നെമ്മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിൽ നിൽക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചേ? ഞാൻ നമ്മുടെ ഭാഷയിലങ്ങ് പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇവിടെ ആണെങ്കിൽ എവിടെ നിൽക്കുന്നു? ലുലുവിൽ നിൽക്കുന്നു. ഭയങ്കരമായിട്ട് ഈ അത്ഭുതം അങ്ങ് സ്പ്രെഡായി. ദൈവവിശ്വാസി അല്ലാത്ത പലരും എന്ത് ചെയ്തു? വിശ്വസിച്ചു. യേശുവിൽ വിശ്വസിക്കാത്ത പല യഹൂദന്മാരും വിശ്വസിച്ചു. ഭയങ്കരമായ ഒരു ഉണർവ് അങ്ങ് സംഭവിച്ചു. ഭയങ്കര ഒരു ചലനം അങ്ങുണ്ടായി. എത്ര വരുന്ന രാത്രി അങ്ങ് പ്രാർത്ഥിക്കും, എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നാൽ ദേശം അറിയണം, എൻ്റെ സഭയിൽ ഒരു വിടുതൽ നടന്നാൽ അത് രാജ്യം അറിയണം. ഇന്ന് രാത്രി എൻ്റെ മേൽ അഭിഷേകം പകരുന്നത് മറ്റുള്ളവരെയും കൂടെ കർത്താവിലേക്ക് ആകർഷിക്കാൻ ഒരു മുഖാന്തരമാകണം. അടുത്ത വാക്യം. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം യേശു യെരൂശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. അല്ലല്ല, അതിന്റെ മുമ്പിലുണ്ടല്ലോ 11-ാമത്തെ വാക്യം.
അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ ലാസറെയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. അപ്പൊ ഇവന്മാരുടെ ആ ഒരു സ്തോത്രം മനസ്സൊന്ന് ചിന്തിച്ചു നോക്കി. രക്ഷപ്പെട്ടവനെങ്കിലും അങ്ങ് രക്ഷപ്പെട്ടെന്ന് പറയണ്ടേ എന്ന് പറഞ്ഞാൽ ആരും നിമിത്തവും ആരും ആരെ കാണണ്ട, യേശുവിനെ കാണണ്ട. ഇതാ പിശാചിന്റെ പരിപാടി ഇന്നും. പ്രാർത്ഥനയോടെ നിങ്ങൾ വരണം ഇന്ന് രാത്രി. ഉയർപ്പിച്ച യേശു നിമിത്തം മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റവൻ നിമിത്തം പോലും അവനും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്തോത്രം. ഭയങ്കര ശക്തമായിട്ട് പെരുകി. ഇനി നമ്മൾ 53 വാക്യം വായിച്ച്, അന്ന് മുതൽ അവനെ കൊല്ലണമെന്ന് ആലോചിച്ചു. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തു. ഇനി ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. അതിന്റെ മുകളിൽ 54 എന്നെഴുതിയിരിക്കുന്നത്, അവർ യേശുവിനെ അന്വേഷിച്ച് ദൈവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, അവൻ പെരുന്നാളിന് വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അവിടെ വന്നാൽ പിടിക്കണം. അപ്പം ഇവരെന്താ സംഭവം ഇവിടെ ഞാൻ പറഞ്ഞു വന്നെന്ന് ചോദിച്ചാൽ, ഈ ഉയർപ്പ് കഴിഞ്ഞപ്പോൾ അടങ്ങിയിരുന്ന പലതും ഇളകി. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം, അത്ഭുതം കാണുമ്പോൾ പ്രതീക്ഷിക്കാതെ പലരും ഇളകി വരും. അതിൻ്റെ മുമ്പിൽ കൃപയോടെ പിടിച്ചു നിന്നോണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് രാത്രി? സ്തോത്രം. എന്ന് പറഞ്ഞാൽ ചിലരെ ചലിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുമെന്ന്. ആമേൻ. ചില രാജ്യങ്ങളെ പിടിച്ചു കുലുക്കത്തക്കവണ്ണം, ചില മതങ്ങളെ പിടിച്ചു കുലുക്കത്തക്കവണ്ണം, ചില അന്ധവിശ്വാസങ്ങളെ പിടിച്ചു കുലുക്കത്തക്കവണ്ണം അത്ഭുതകരമായ കരത്തിന്റെ വ്യാപാരം നിന്റെയും എന്റെയും ജീവിതത്തിൽ ദൈവം ചെയ്യാൻ വിശ്വസ്തനാണെന്ന്. സ്തോത്രം. പ്രാർത്ഥിച്ചോണം ഈ ദിവസങ്ങളിൽ. ആമേൻ. ചെറിയ കാര്യമൊന്നും ദൈവത്തോട് ചോദിക്കരുത്. നമ്മുടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാ. ആമേൻ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുടുംബത്തിനകത്തൊരു വിടുതൽ നടന്നാൽ ആ വിടുതല് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകരപ്പെടണം. ഹല്ലേലൂയ. ഈ 21 ദിവസം തുടർമാനമായി നമ്മൾ നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ അനേകരെ കർത്താവിങ്കലേക്ക് ഒന്ന് കൊണ്ടുവരാൻ. സ്തോത്രം. ഹല്ലേലൂയ. ലാസർ സാക്ഷിയായതുപോലെ, ഹല്ലേലൂയ, ലാസറിന്റെ വിടുതൽ പല യഹൂദന്മാരും അവൻ നിമിത്തം യേശുവിൽ വിശ്വസിക്കണം ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വീട്ടിലും എൻ്റെ ജീവിതത്തിലും വെളിപ്പെടുന്ന വിടുതലുകളെ മറ്റുള്ളവരിലേക്കൂടെ പകരണമേ. ശ്രദ്ധിച്ചേ. അപ്പൊ യേശുവിൻ്റെ ആമേൻ സ്തോത്രം മരണത്തോടുള്ള ബന്ധത്തിൽ, യേശുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യഹൂദൻ മതപുരോഹിതന്മാരെ പരീശന്മാരെ കൂടുതൽ ട്രിഗർ ചെയ്ത ഒരു അത്ഭുതമാണ് ഈ അത്ഭുതം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ അത്ഭുതം നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പിനോട് മുന്നോടിയായിട്ടിത് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആമേൻ സ്തോത്രം ലാസർ ഉയർത്തെഴുന്നേറ്റതുപോലെ മരിച്ച യേശു ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു ഭയങ്കര സന്ദേശമാണ് ആമേൻ സ്തോത്രം കർത്താവ് നൽകുന്നത്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്നറിയാമോ? കർത്താവ് ഈ മിനിസ്ട്രി ചെയ്തതിനകത്ത് ഭയങ്കരമായിട്ട് ശിഷ്യന്മാരെ കർത്താവ് കെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നുണ്ടോ? ശിഷ്യന്മാരുടെ വിശ്വാസം ഉറപ്പിക്കാൻ കർത്താവ് നല്ലവണ്ണം ഇതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിങ്ങൾ സ്തോത്രം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗം നമ്മൾ വായിച്ചില്ല, അത് വായിക്കണ്ട. അവിടെ നമ്മൾ കാണുന്നുണ്ട് സ്തോത്രം മാർത്ത എന്തോ ചെയ്യുന്നു, സ്തോത്രം മറിയ എന്തോ ചെയ്യുന്നു, വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറച്ചു. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് എന്തോ സംഭവിക്കുന്നു. അപ്പം യേശുവിൻ്റെ മറുപടി ശ്രദ്ധിച്ചേ. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് എങ്ങനെ കാണണം? ഈ അത്ഭുതം നടക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാ? യേശുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിലാ, ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലാ.
അതിനെ തെളിയിക്കുന്ന പദമാണ് യേശു അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയാണ് ഈ തൈലം പൂശിയപ്പോൾ കളിയാക്കിയവരോട് മുമ്പിൽ യേശു പറയാണ്, എൻ്റെ ശവസംസ്കാരം വരാൻ പോകുകയാ, അതിന് മുന്നോടിയായിട്ട് ഇവള് ചെയ്തതാണ്. ഇവിടെ കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പം നമ്മൾ ഈ അത്ഭുതത്തെ എങ്ങനെയാണ് കാണുന്നേ ഒന്ന് പറഞ്ഞേ. യേശുവിൻ്റെ മരണത്തെ, അടക്കത്തെ, ഒരു ഉയർപ്പിനെയാണ്. ഇനിയും അമേൻ സ്തോത്രം. ഒന്നുകൂടെ നമ്മൾ അതിനെ ഒന്ന് ആഴമായി ചിന്തിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ യേശു പറയുന്ന ചില വാക്കുകൾ ഇതിന് തെളിവാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? സ്തോത്രം. ഏതിന് തെളിവ്? യേശുവിൻ്റെ മരണത്തിന് മുന്നോടിയായി യേശു ചെയ്ത അത്ഭുതമാണിത്. അത് പ്രൂവ് ചെയ്യാനെന്നുള്ളതിൻ്റെ തെളിവാണ്. അതാണ് നമ്മൾ ഇന്നത്തെ കാലത്തെ പ്രധാന ചിന്ത. 11-ാം അധ്യായത്തിൽ തന്നെ യേശുവിൻ്റെ ചില മറുപടികൾ ഇത് തെളിയിക്കുന്നുണ്ട്. ആമേൻ. 3-4 വാക്യങ്ങൾ. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് തന്നെ. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചതാണ്, എങ്കിലും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എൻ്റെ കൂടെ വരണം. മാർത്തയും മറിയയും യേശുവിൻ്റെ അടുക്കൽ സന്ദേശവുമായി ആളെ അയച്ചു, നിന്റെ സ്നേഹിതൻ ദീനമായി. ഫസ്റ്റ് റിയാക്ഷൻ എന്താ നോക്കിക്കേ. യേശുവിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ, യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ, അതാണ് വിഷയം, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വമായിട്ടത്രേ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. യേശുവിൻ്റെ ആദ്യത്തെ പ്രതികരണമാണ്. ഈ ദീനം ഒരു മഹത്വമായി വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദീനം, രോഗം, ഇത് മരണമല്ല, പിന്നെ ഇതിൻ്റെ പുറകിലൊരു മഹത്വം വെളിപ്പെടാനുണ്ട്. അതെങ്ങോട്ടാ ചൂണ്ടിക്കാണിക്കുന്നേ? യേശുവിൻ്റെ മഹത്വമാണത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ ചിന്തിക്കരുത്. നമ്മൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കർത്താവ് പറഞ്ഞതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്, അതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണൽ ആസ്പെക്റ്റിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിനെ നിത്യതയോടുള്ള ബന്ധത്തിൽ കാണണം. കർത്താവ് എന്നാ പറയുന്നേ? മഹത്വം, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. നിങ്ങൾ ആ വാക്ക് കേവലം വിഷയം പറയാൻ വന്ന സഹോദരങ്ങളെ ആശ്വസിപ്പിച്ച്, മാർത്തയെയും മറിയയും ആശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞ വാക്കായിട്ട് മാത്രം കാണരുത്. സ്തോത്രം. അവിടെയാണ് നമ്മളുടെ കാഴ്ചപ്പാട് വർദ്ധിക്കേണ്ടേ. അവരെ ആശ്വസിപ്പിക്കാനാണ് കർത്താവ് പ്രതികരിക്കുന്നതെങ്കിൽ അപ്പം തന്നെ യേശു എന്തോ ചെയ്യും? എഴുന്നേറ്റ് പോകും. അടുത്ത 6-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നെന്ന് കേട്ടാറേ താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി തന്നെ ലാസർ മരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇതെങ്ങോട്ടാ ചൂണ്ടിക്കാണിക്കുന്നേ? ഒരു ഉയർപ്പ് വേണ്ടേ? പിടികിട്ടുന്നവർക്കായി സ്തോത്രം. എന്തിനാ കർത്താവ് അവിടെ 2 ദിവസം ഇരുന്നേ? കർത്താവിനൊരു വലിയ സത്യം തെളിയിക്കണം. ചില ദിവസം കഴിയുമ്പോൾ ഉയർപ്പ് സംഭവിക്കും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നേ. സ്തോത്രം. 2 ദിവസം കൂടെ കർത്താവ് എന്തോ ചെയ്തു? അവിടെ അങ്ങ് ഇരുന്നു. മൊത്തം എത്ര ദിവസമാണ്? 4 ദിവസം. 4 ദിവസമേ. ശ്രദ്ധിച്ചോണം, ഈ പദങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ പിന്നെ കയറി വരും. അന്നേരമാണ് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ആ പ്രതികരണം ഒരിക്കലും ആരെ ആശ്വസിപ്പിക്കാനായിരുന്നില്ല. മാർത്തയും മറിയയും അല്ലെങ്കിൽ സന്ദേശമായിട്ട് വന്ന അവരെ ആശ്വസിപ്പിക്കാനായിരുന്നില്ല. പിന്നെ ഒരു വലിയ ദൂത് പറയുക. അവിടുത്തെ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. വല്ലതും നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? 2 പ്രാവശ്യം മഹത്വം എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങളെ? ആദ്യം എന്താ പറയുന്നത്? ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ആരാ ദൈവപുത്രൻ? യേശു തന്നെത്താൻ പറയുകയാണ്,
ഞാൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന് മഹത്വമാകേണ്ടതിന് തന്നെ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശു മഹത്വപ്പെടുമ്പോൾ പിതാവും മഹത്വപ്പെടും. പിടികിട്ടുന്ന രാമൻ പറഞ്ഞേ, യേശു മഹത്വപ്പെടുമ്പോൾ ആര് മഹത്വപ്പെടും? പിതാവ് മഹത്വപ്പെടും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ മഹത്വപ്പെടുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വമാകും. അപ്പൊ ഇത് കേവലം ഒരു ലാസറിന്റെ ഉയർപ്പാണോ? ലാസറിന്റെ ഉയർപ്പാണെങ്കിൽ സത്യം പറഞ്ഞാൽ യേശു മഹത്വപ്പെടും എന്ന് പറഞ്ഞാൽ പോരെ? പിടികിട്ടുന്നവർക്കായി സ്തോത്രം. അപ്പൊ അതിന്റെ അപ്പുറത്തോട്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുക, എന്റെ പിതാവ് മഹത്വപ്പെടുന്ന ഒരു അസാധാരണ സംഭവം നിങ്ങൾ കാണാൻ പോകുകയാ. ഓ ജീസസ്. മനുഷ്യപുത്രൻ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞാൽ ഏതാ ഈ മഹത്വം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വം ക്രൂശാണ്. അതെങ്ങനെ മഹത്വമാകുന്നേ? അതാണ് യേശുവിൻ്റെ മഹത്വം. സംശയമുണ്ടോ? തെളിവ് തരാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. കേട്ടെ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ. മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം ഇപ്പോഴും കാണുന്നു. അതിന് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രൂശിൽ മരിച്ചതൊരു അപമാനമായിരുന്നില്ല. യേശുവിന്റെ ക്രൂശ് മരണം അതൊരു അഭിമാനമായിരുന്നു. അതാ നമ്മൾ ഈ ക്രൂശിനെ കെട്ടിപ്പിടിക്കുന്നേ. അതാ നമ്മൾ യേശുവിന്റെ പുറകെ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ലോകം പറഞ്ഞു ഇത് അപമാനമാണ്, ലോകം പറഞ്ഞു ഏറ്റവും വലിയ നികൃഷ്ടമായ കൊല്ലുന്ന രീതിയാണ്. പക്ഷേ സ്വർഗം പറഞ്ഞു അതെനിക്ക് മഹത്വമാണ്, അതെനിക്ക് ബഹുമാനമാണ്. അവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചേ. മരണം അനുഭവിച്ചത് കൊണ്ട്. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു മരണം അനുഭവിച്ചത് കൊണ്ട്. ആ പദം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മരിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, മരണം എക്സ്പീരിയൻസ് ചെയ്തു. അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇതാരോടാ പറയുന്നേ? എബ്രായ സഭയോട് പറയും. എബ്രായർക്കുള്ള ലേഖനത്തിലാ. എബ്രായ പുതിയ നിയമ സഭയോട് പറയുക, ഇപ്പോഴും നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വം അവൻ മരണത്തെ ജയിച്ചവനായതുകൊണ്ടാണ്. താങ്ക് യു ജീസസ്. അപ്പൊ ക്രൂശ് യേശുവിന്റെ മഹത്വത്തിന്റെ ഉന്നതമായ വെളിപ്പെടുത്തല. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകല്ലേ കേട്ടോ, ആ ബാക്ക്ഗ്രൗണ്ട് പോകല്ലേ. ഇനിയും യോഹന്നാൻ 17 തന്നെ വന്നേ. യോഹന്നാന്റെ സുവിശേഷം തന്നെ യോഹന്നാന്റെ 17:1 വായിച്ചേ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. വാക്കുകൾ ശ്രദ്ധിക്കണേ. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ആ ഒരു വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ. പിതാവാണ് പുത്രൻ, പുത്രനാണ് പിതാവ്. രണ്ടും രണ്ടാണെങ്കിലും രണ്ടും ഒന്നാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ത്രിയേകത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. പിതാവ് പറയും, പുത്രൻ പറയാം. എന്താ പറയുന്നേ? പിതാവേ നാഴിക വന്നിരിക്കുന്നു. ഇതേത് സുവിശേഷമാ? യോഹന്നാന്റെ സുവിശേഷമാ. 11-ാം അധ്യായത്തിലാണ് ആരുടെ ഉയർപ്പ് നമ്മൾ കാണുന്നേ? ലാസറിന്റെ. 17-ാം അധ്യായത്തിൽ കർത്താവ് പറയാം നാഴിക വന്നിരിക്കുന്നു. നാഴിക വന്നു. നോക്കി, അവിടം തൊട്ട് കർത്താവിന്റെ ഹൃദയത്തിലെ ലാസറിന്റെ ഉയർപ്പ് തൊട്ട് കർത്താവിന്റെ ഹൃദയത്തിലെ സ്വപ്നം എന്നാ? ഈ ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ ഒരു കൂട്ടം വിശ്വസിക്കണം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന്. പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്താൻ പോകുകയാ. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ
പുത്രനെ നീ മഹത്വപ്പെടുത്തണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രൂശ് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ ധൈര്യം. സ്തോത്രം. ആ അധ്യായം എന്നാണെന്നറിയാവോ? 17-ാം അധ്യായത്തിലെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. നിങ്ങൾ ആ 1-ാം അധ്യായം താഴോട്ട് വായിച്ചാൽ ശിഷ്യന്മാരെ ഓർത്തു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ. ഞങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ കർത്താവെ അവരെയും ഒന്നാക്കണമേ, ചേർക്കണേ, സഹായിക്കണേ, സംരക്ഷിക്കണം എന്നൊക്കെയുള്ള വാക്കുകളാണ് നമ്മൾ ആ അധ്യായത്തിൽ കാണുന്നത്. അതിൻ്റെ 1-ാം വാക്യമാണ്, കർത്താവെ ഞാൻ ഇവരെ വിട്ടുപോകാനുള്ള സമയം ആയിരിക്കുന്നു. അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പദമുണ്ട് കേട്ടോ. ഇവിടെ കർത്താവ് ഇവരെ വിളിക്കുന്നൊരു പേരുണ്ട്, കുഞ്ഞുങ്ങളെ. സ്തോത്രം. ആ വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം നാഴിക വന്നെന്ന് ആർക്ക് മനസ്സിലായി? യേശുവിന് മനസ്സിലായി. ഇത്രയും നേരം കൂടെ ഇരുന്ന്, കൂടെ കഴിച്ച്, കൂടെ ഉപവസിച്ച്, കൂടെ സന്തോഷിച്ച തൻ്റെ അരുമ ശിഷ്യന്മാരെ യേശു ഡിപ്പാർട്ട് ചെയ്യാനുള്ള സമയമായപ്പോൾ യേശു വിളിച്ച പേര് കുഞ്ഞുങ്ങളെ. യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര വെളിപ്പാട് ഇവരുടെ മേൽ പകരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതവിടെ പറയുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നിന്റെ പുത്രൻ നിന്നെ അതിൻ്റെ ആ ഒരു ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നതെന്ന് അറിയാമോ? ഫാദർ, the time has come for you to bring glory to your son in order that he may bring glory to you. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ, നീ എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ, ആമേൻ, ആരാ മഹത്വപ്പെടുന്നേ? സ്വർഗം ഒരുപോലെ മഹത്വപ്പെടുക. ഇത് പറയുമ്പോൾ നിങ്ങളൊരു ഇച്ചിരി പ്രാർത്ഥനയോടിരുന്നെങ്കിൽ ഈ സംഭവം പിടികിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം യേശു ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു വാക്യം കൂടെ വേണേ വായിച്ചോ. 13-31-32 വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 13-31-32 വാക്യം. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. നോക്കിക്കേ, ആ ഒരു സംഭവം തൊട്ട് കർത്താവ് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മഹത്വം, 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 മഹത്വം. ആരാ അവിടെ പോയേ? അവൻ പോയ ശേഷം യേശു പറഞ്ഞു. ആര് പറഞ്ഞു? യൂദാ പോയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യൂദാ ചാറി മുക്കി അപ്പം കൊടുത്തതിന് ശേഷം ആ സംഭവം നമുക്കറിയാലോ. സാത്താൻ അവനിൽ കടന്നു. അവൻ പോയ ശേഷം ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. അപ്പൊ ഞാൻ എന്തിനാ ഈ ഭാഗങ്ങൾ വായിപ്പിച്ചെന്ന് ചോദിച്ചാൽ, ലാസറിന്റെ വിഷയത്തോടുള്ള പ്രതികരണം വെറും മാർത്തയും മറിയയും വന്നവരെയും ആശ്വസിപ്പിക്കാനുള്ള വാക്കായിരുന്നില്ല, മറിച്ച് ഒരു വലിയ മഹത്വത്തെ കർത്താവ് പ്രസ്താവിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇനി യേശുവിൻ്റെ അടുത്ത വാക്കുകൾ ശ്രദ്ധിച്ചേ. 11-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, അത്ഭുതത്തിനകത്തെ വാക്യങ്ങൾ. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദയിലേക്ക് പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും എവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായകൊണ്ട് ഇടറുന്നു. കർത്താവിന്റെ ക്രൂശീകരണത്തെ ചൂണ്ടിക്കാണിക്കുന്ന പ്രസ്താവനയാണ്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇത് കേവലം ഒരു മാർത്തയുടെ മറിയണ കണ്ണുനീരിനെ ഒപ്പാൻ വേണ്ടിയല്ല, പിന്നെ യുഗായുഗങ്ങളിലേക്ക് മനുഷ്യരാശിയുടെ മുഴുവൻ വീണ്ടെടുപ്പിൻ്റെ പരിണിത ഫലം, റിസൾട്ട്, ഭാവി എന്താകുമെന്ന് തെളിയിക്കുക. അവർ പോയി 2 ദിവസം കൂടെ കർത്താവ് അവിടെ ഇരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ പറഞ്ഞു, നമുക്കിനി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ശേഷം ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദയിലേക്ക്. അപ്പം ശിഷ്യന്മാരവനെ വിലക്കി. എന്താ വിലക്കിയേ? ഇപ്പോൾ തന്നെ യഹൂദന്മാർ നിന്നെ കല്ലെറിയാൻ ഭാവിച്ചല്ലോ, നീ പിന്നെ അവിടെ പോകുന്നോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായ്ക കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചണം. യേശു പറഞ്ഞു നമുക്ക് പോകാം.
പോകാമെന്ന് പറഞ്ഞപ്പോൾ ആരാ വിലക്കിയേ? അതാ ഏറ്റവും വലിയ രസമായിട്ട് എനിക്ക് തോന്നി. ആരാ കൂടെ ഉള്ളത്? അത്ഭുതങ്ങളുടെ ദൈവമാണ് കൂടെ ഉള്ളത്. പക്ഷെ അവിടുത്തെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. കൂന് മാറുന്നതോ രോഗം മാറുന്നതൊന്നും അല്ല, മരണമാണ് വിഷയം. കാരണം മരിക്കുന്നതിന് മുൻപ് യേശുവിനെ വിളിച്ചതാ. മനഃപൂർവ്വം നമ്മുടെ ഭാഷ പറഞ്ഞ വടി കൊടുത്ത് അടി വാങ്ങിക്കാനായി പോകുന്നതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഈ യേശു എന്തിനാ അവിടെ ഇരുന്നതെന്നോ ഇതിൻ്റെ പുറകിൽ യേശു എന്താ ഉദ്ദേശിക്കുന്നതെന്നോ തിരിച്ചറിയാൻ ആർക്ക് കഴിയുന്നില്ല? ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞു, കർത്താവെ പോയ കല്ലേറ്. അതിനകത്ത് 16-ാമത്തെ ദിദിമോസ് എന്ന് പറയുന്നൊരു തോമസ് ഉണ്ട്. തോമസ് ഞാനല്ല കേട്ടോ, ദിദിമോസ് എന്ന് പറയുന്നൊരു തോമസ് പറയുന്നൊരു വാക്ക് കേട്ടോ, ബാടാ നമുക്കും അവൻ്റെ കൂടെ പോയി കല്ലേറ് കൊണ്ടുവച്ച് വരാമെന്ന്. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? നമുക്കും അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും എന്ന് പറഞ്ഞ ഗതി ഇല്ലാതെ അങ്ങ് പോയതാ. ആരാ ഇവര്? ശിഷ്യന്മാര്. സ്വതന്ത്രം. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, കർത്താവേ നീ പോകുന്നെങ്കിൽ പോയി കല്ലേറ് കൊണ്ടുപോ, ഞങ്ങളെ ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്ക്. സ്തോത്രം. അപ്പൊ അങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ഒരു ദൂതിലേക്ക് വരിക. അങ്ങനെ പുറകോട്ട് വലിഞ്ഞ് ശിഷ്യന്മാർ നിൽക്കുമ്പോഴാണ് കർത്താവ് പറയുന്ന മറുപടി, പകൽ 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ വെളിച്ചം ഇല്ലായ്ക കൊണ്ട് ഇടറുന്നു. ഇത് തമ്മിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കല്ലെറിയാൻ നിൽക്കുന്നെന്നാണ് ആര് പറയുന്നേ? ശിഷ്യന്മാർ പറയുന്നത്. യേശുവിൻ്റെ മറുപടി കല്ലെറിയത്തില്ലെന്നല്ല, യേശു പറയുന്നത് കേട്ടോ, പകൽ 12 മണി എന്ന് പറഞ്ഞാൽ, മക്കളെ പകൽ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവിടിടും. പറഞ്ഞേ, നിനക്കും എനിക്കും എതിരെ കല്ലെടുത്തവർ കല്ലവിടിടും. കാരണം എന്തിനാ കല്ലെടുത്തേ? എറിയാനാ എടുത്തേ. എന്തിനാ എറിയുന്നേ? വിളിച്ചിട്ട് വന്നില്ല. അവർ നോക്കിയപ്പം എത്രയോ പ്രാവശ്യം യേശുവിനെ അംഗീകരിച്ച് യേശുവിൻ്റെ മുമ്പിൽ തുറന്നു കൊടുത്തൊരു വീടാ. എറിയോ? എറിയും. വീട്ടിൽ വരുമ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ആരാ വന്ന? യേശു വന്നിട്ട് പോയെ. എന്തോ പറഞ്ഞു? നല്ലവണ്ണം വചനം പറഞ്ഞു. ഭയങ്കര പ്രവൃത്തിയായിരുന്നു. ഇന്നലെ അവിടെ പോയപ്പോഴത്തെ അത്ഭുതം ഞങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് നിന്നിട്ട് താണ്ടെ അവരുടെ വീട്ടിലൊരു പ്രശ്നം വന്നപ്പം യേശു 2 ദിവസം കൂടെ കഴിഞ്ഞു. സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് പുള്ളിക്കാരുടെ മാത്രം വാക്കാന്ന്? അല്ല, അവിടെ നിന്ന മൊത്തം ആൾക്കാരും പറഞ്ഞു കാണും, നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ടേ, നിങ്ങൾ ഇത്രയും കരുതിയിട്ട്, നിങ്ങളുടെ സഹോദരൻ ലാസർ ദീനമായി കിടക്കുമ്പോൾ മരിക്കുന്നതിന് മുൻപ് വന്ന് ഒന്ന് വിടുവിക്കത്തില്ലായിരുന്നു? ആ പ്രതികരണം ആരോട് പറഞ്ഞത്? കർത്താവിനോട് പറഞ്ഞത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പിടി കിട്ടുന്നുണ്ടോ? ചെറിയ കാര്യമല്ല. യേശു സ്നേഹിച്ച കുടുംബം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നീ കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോൾ, കർത്താവ് നിന്നോട് കൂടുതൽ അടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ ഒറ്റപ്പെടേണ്ട വരും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇവിടെ ആരെയെങ്കിലും വേണ്ടേ പ്രിയരെ? ദൈവത്തിന് ഇവിടെ ചില കുടുംബത്തെ വേണ്ടേ? ദൈവത്തിന് ഇവിടെ ചില വ്യക്തികളെ വേണ്ടേ? കരയുന്ന ചിലരെ വേണ്ടേ? ഉപവസിക്കുന്ന ചിലരെ വേണ്ടേ? എന്തിനാണെന്നറിയാമോ? കരയുന്ന നിന്റെ കണ്ണുനീര് കണ്ട് ചിരിക്കാനല്ല, നാളെയുടെ ദൂത് വിളിച്ചു പറയാൻ, നാളെയുടെ ഹല്ലേലൂയ പ്രത്യാശ വിളിച്ചു പറയാൻ, ഈ ദൈവം ആരാണെന്ന് തെളിയിക്കാൻ ചിലപ്പോൾ നീ ഒരു ശോധനയിലൂടെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആരും നിങ്ങളെ കല്ലെറിയത്തില്ല. കാരണം ഇത് പകൽ സമയം, പകലിൻ്റെ വെളിച്ചം. അവിടെ ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ 9 അയച്ചവൻ്റെ പ്രവൃത്തി
പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അടുത്ത വാക്ക്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അതാണ് ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവിടെ ശ്രദ്ധിച്ചേ, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി. പ്രിയരെ, യേശു ഈ അത്ഭുതം ചെയ്യുമ്പോൾ ശിഷ്യന്മാർ യേശു ഉയർക്കുമെന്ന് ആഴമായി വിശ്വസിക്കണമെന്ന് ആരാഗ്രഹിച്ചു? യേശു ആഗ്രഹിച്ചു. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ധൈര്യമായിട്ട് പോയി എറിഞ്ഞോ? എറിഞ്ഞില്ല. കൊന്നാൽ പ്രതികരിക്കാൻ ഒത്തില്ല. കാരണം പകലാണ്. യേശുവിൻ്റെ പ്രവൃത്തി നിന്നുപോയിട്ടില്ല. ഞാൻ എന്താ ഈ ഭാഗം പറയുന്നത്? യേശു ഒരു വലിയ ദൂത് പറയുക. എന്താ? രാത്രി വരാൻ പോവുകയാ. ശിഷ്യന്മാരെ, നിങ്ങൾ എങ്കൽ ഇടറുന്ന ഒരു സമയം വരാൻ പോകുകയാ. ഓടിപ്പോകുന്ന സമയം വരാൻ പോകുകയാ. ആർക്കും പ്രവർത്തിക്കാൻ ഒക്കാത്തൊരു സമയം. ഈ ഡിലേ ആയത് എന്തിനെന്നറിയാവോ? നിങ്ങളത് മനസ്സിലാക്കണം. മഹാപുരോഹിതൻ്റെ മകൻ്റെ കാത് വെട്ടിയത് വല്ല ഗുണമുണ്ടായോ? ആർക്കും പ്രവർത്തിക്കാനൊക്കത്തില്ല. ഈ മരണത്തിലൂടെ, ഈ ഉയർപ്പിലൂടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വലിയ ദൂത, ഹല്ലേലൂയ, ഒരു ഉയർപ്പിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ പ്രിയരെ, സ്തോത്രം, ഈ അത്ഭുതം ചെയ്യുമ്പോൾ യേശു ശരിക്കും ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. ശിഷ്യന്മാർ യേശു ഉയർക്കുമെന്ന് വിശ്വസിക്കണം. വേറെ ആര് വിശ്വസിച്ചില്ലേലും യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശു ഉയർക്കുമെന്ന് വിശ്വസിക്കണമെന്ന് കർത്താവ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. കാരണം സഭ പണിയാൻ പോകുന്നത് ആരാ? ഇവരാ. അതിനു വേണ്ടി ഇവരെ കൂടെ കൊണ്ട് നടത്തിക്കുക. അതിന്റെ സ്തോത്രം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11:15. ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. അപ്പൊ അറിഞ്ഞപ്പോ പോയിരുന്നെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമായിരുന്നോ? കാരണം മരിക്കുന്നതിന് മുൻപ്. അപ്പൊ അവിടുത്തെ ആ കുടുംബത്തിന്റെ കണ്ണുനീർ ദൈവം കാണാഞ്ഞിട്ടാണോ 2 ദിവസം അവിടെ ഇരുന്നേ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? കഴിഞ്ഞ ചില നാളുകളായിട്ട് കരഞ്ഞിട്ടും ദൈവം എന്താ പ്രതികരിക്കാത്തെ? നിന്റെ കണ്ണുനീരിനോട് ദൈവത്തിന് സ്തോത്രം ഭയങ്കര താല്പര്യം ഉണ്ടായതുകൊണ്ടല്ല, അതിന്റെ അപ്പുറത്തൊരു നിത്യതയുടെ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആരാ അറിയുന്നത് ഇത്? മാർത്ത അറിഞ്ഞു, മറിയ അറിഞ്ഞു, ഈ ശിഷ്യന്മാരറിഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തിലേ, നിന്റെ കണ്ണുനീര് കണ്ടിട്ടും ദൈവം മിണ്ടാതിരിക്കുന്നത് ദൈവം ഒരു സാഡിസ്റ്റ് ആയതുകൊണ്ടല്ല, നീ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ആയുധമായതുകൊണ്ടാ, നീ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാ. ഈ 14-ാമത്തെ രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. നീ കരയുന്നത് കണ്ട് ചിരിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. പിന്നെ ചില വലിയ പദ്ധതികൾക്ക്, ചില വലിയ ദൗത്യങ്ങൾക്ക് ദൈവം നിന്നെ ഭാഗമാക്കിക്കൊണ്ടിരിക്കുകയാ. അതിന്നല്ലെങ്കിൽ നാളെ എൻ്റെ സ്വർഗം വെളിപ്പെടുത്തുന്ന ദിവസം മുൻപിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് അടിച്ചു കർത്താവിനൊന്ന് മഹത്വം കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ ചില വലിയ ഉയർപ്പുകൾ, ചില വലിയ വിടുതലുകളുടെ മുന്നോടിയായി നിന്നെ ദൈവം ഉപയോഗിക്കുകയോ. യേശുവിന്റെ നാമത്തിൽ മാർത്തേ, മറിയേ, നിന്റെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കുന്നവനല്ല ഞാൻ. പക്ഷെ എനിക്കിപ്പോൾ നിന്റെ വീട്ടിൽ വരാൻ ഒക്കത്തില്ല. എനിക്ക് നിന്റെ വിഷയം ഇപ്പൊ കൈകാര്യം ചെയ്യാൻ അല്ല പദ്ധതി. എനിക്ക് ചില കാര്യങ്ങൾ തെളിയിക്കണം. ഈ നിത്യതയുടെ പദ്ധതി ദൈവത്തിന് തെളിയിക്കണമെങ്കിൽ നാറ്റം വെച്ച് കഴിഞ്ഞ യേശുവിന് വരാനൊക്കൂ. പക്ഷെ ഇപ്പുറത്തന്നെ
ഇപ്പുറത്ത് കരച്ചില്ല. എന്തോ ചെയ്യാൻ പറ്റും? ഇപ്പുറത്ത് എന്താ? കളിയാക്കല. എന്തിനാ യേശുവിനെ ഇത്ര സ്നേഹിച്ചേ? എന്തിനാ വേർപെട്ടിറങ്ങിയേ? എന്തിനാ നീ സ്നാനപ്പെട്ടെ? എന്തിനാ നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നേ? മൗനമായി ദൈവം നിന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. നീ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഈ രാത്രി ആരോടോ ദൈവാത്മാവ് ഇടപെടുക. നീ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാ. നിനക്ക് തോന്നരുത് നിന്നെ ആരും സഹായിക്കാനില്ലെന്ന്. നിനക്ക് തോന്നരുത് നീ ഒറ്റയ്ക്കാണെന്ന്. നിനക്ക് തോന്നരുത് നിന്നെ ആരും വിട്ടുകളഞ്ഞില്ല. അയ്യോ, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. നീ നിത്യതയുടെ ഭാഗമാണ്. ഓ റാബാ ഖാറ്റൂന റബനഗഡഗദന. ഇന്ന് രാത്രി ആ വെളിപ്പാട് അകത്ത് കയറട്ടെ. ഈ 14-ാം രാത്രി ആ വെളിപ്പാടൊന്ന് അകത്ത് കയറട്ടെ. നീ ഇനിയും കരയണ്ട കേട്ടോ. നീ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോ എന്തോ പ്രവൃത്തിയാ ദൈവത്തിന്റെ. അവരനുഭവിച്ച ആ വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പനുണ്ടോ, അമ്മയുണ്ടോ, 2 പെങ്കൊച്ചുങ്ങള്, ആകപ്പാടെ ആൺതരി എന്ന് പറയാൻ ആരാ ഉള്ളേ? ഇവനാ. ആ വീട്ടിൽ കയറി ഒന്ന് നിൽക്കാൻ ആരേ ഉള്ളൂ? ഈ ലാസറേ ഉള്ളന്നേ. നാളെ ഇവർക്കൊരു വിഷയം ആരോടാ പറയണ്ടേ? ലാസറിനോടാ പറയണ്ടേ. അവരാ വന്ന് യേശുവിനോട് പറഞ്ഞ, കർത്താവ് ഞങ്ങൾക്ക് വേറെ ആരുമില്ല, അവൻ ദീനമായി കിടക്കുക. കർത്താവ് പറയാ, ഇതിന് മഹത്വത്തിന് വേണ്ടിയാ. മനസ്സിലായില്ല അവർക്ക് മനസ്സിലായില്ല. കാരണം അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തെ ലെവലിലാ കർത്താവ് സംസാരിക്കുന്നേ. ഇന്ന് രാത്രി ചില ഹയർ ലെവൽ റെവലേഷനോട് പ്രാർത്ഥിക്കുക. കർത്താവെ, നിത്യതയെ കുറിച്ചൊരു വെളിപ്പാട്, ദൈവികമായ വെളിപ്പാടുകളിലേക്ക് എന്നെ ഒന്ന് ആഴമായി ഈ ദിവസങ്ങളിൽ ഇറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാപിക്കുന്ന രാത്രി ചില റെവലേഷനുകൾ ദൈവം ഓപ്പൺ ആക്കട്ടെ. ഓ, ഇന്ന് രാത്രി ചില ആത്മിക വെളിപ്പാടുകളെ തിരിച്ചറിയാൻ, ഇന്ന് രാത്രി ചില ആത്മിക മർമ്മങ്ങളെ തിരിച്ചറിയാൻ, ദൈവത്തിന്റെ വാക്കുകൾ എന്തിനാണെന്നുള്ളത് തിരിച്ചറിയണം. സ്തോത്രം. ആ കുടുംബം ഭയങ്കര വേദനയിലാ. എന്നിട്ടും യേശു അവിടെ 2 ദിവസം കൂടെ ഇരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്നറിയാവോ? ആ 11-ാം അധ്യായത്തിൽ ഇതൊക്കെ പറയുമ്പോഴും ആമേൻ സ്തോത്രം, ആ 11-ാം അധ്യായത്തിൻ്റെ ആമേൻ സ്തോത്രം, എന്നിട്ടും ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടാറേ. സ്തോത്രം. താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം. 4-ാം വാക്യം, പ്രിയനായവൻ ദീനമായി കിടക്കുന്ന അറിയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്ര എന്ന് പറഞ്ഞു. എന്നിട്ട് യോഹന്നാൻ എഴുതി ചേർത്തൊരു വാക്ക് കണ്ടോ നിങ്ങളവിടെ? യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ട് അവിടെ 2 ദിവസം ഇരുന്നേ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് ഉള്ളിൽ ചിലപ്പോൾ പറഞ്ഞു കാണും, മാർത്തയെ നീ വിഷമിക്കരുത്, മാർത്തയെ നീ വിഷമിക്കരുത്, മറിയെ നീ കരയരുത്. നീ ഇപ്പം കരയുന്നത് എനിക്ക് ചില പദ്ധതിക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാ. നിന്റെ നഷ്ടം എനിക്കറിയാം, നിന്റെ വേദനയുടെ ആഴം എനിക്കറിയാം. ഈ ലാസർ ഇല്ലാത്തൊരു ജീവിതം നിങ്ങൾക്ക് എങ്ങനായിരിക്കും എന്ന് എനിക്കറിയാം. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാവ് ഇടപെടുകയാ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒരു മഹത്വം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. ചില നാളുകൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ നീ ഒന്ന് കരഞ്ഞെന്ന് വെച്ച്, നീ വേദനിക്കെന്ന് വന്നെന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടരുത്. ചില മഹത്വം നിന്റെ മേൽ വെളിപ്പെടാനുണ്ട്. ചില മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാനുണ്ട്. ആ മഹത്വം വെളിപ്പെടുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, എന്റെ ചില പദ്ധതികൾക്കൂടെ വേണ്ടിയാ. നിത്യതയുടെ ചില പദ്ധതികൾക്ക് വേണ്ടിയോ. ഓ ജീസസ്. നമ്മൾ വായിക്കുന്നവരെ, ഈ യോഹന്നാൻ എഴുതിയേക്കുന്നത് കണ്ടോ നിങ്ങൾ? വായിക്കുന്നവരൊരിക്കലും യേശുവിനെ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചത്, യേശു മാർത്തയെയും മറിയെയും
അവരുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചു. അപ്പം നമ്മുടെ അകത്തെന്തോ വരും? ഒരു പ്രതീക്ഷ വരും. ആ പ്രതീക്ഷയാ ഇതിൻ്റെ അവസാനത്തെ ജയമെന്ന് പറയുന്നേ. ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, അവിടെ യേശു ശിഷ്യന്മാരെ ശരിക്കും വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് എന്താ അവിടെ എഴുതിയിരിക്കുന്നേ? നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകും. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? ഞാൻ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകും. ഒരു സൈഡിൽ എന്തുവാ? ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സൈഡിൽ കരച്ചിൽ വരത്തില്ല. പക്ഷെ ഇവിടെ ഉള്ളി കർത്താവ് പറയാ ഞാൻ സന്തോഷിക്കുന്നെന്ന്. നിങ്ങൾക്ക് പിടികിട്ടുന്നാണ് ഞാൻ പറയുന്നേ. അയ്യോ, ഒരു സൈഡ് വീട്ടിൽ മുഴുവൻ നിലവിളിയാ, മറുഭാഗത്ത് ശിഷ്യന്മാരെ വെച്ചിട്ട് പറയുക ഞാൻ അവിടെ ചെല്ലാഞ്ഞതും, ഞാൻ ആ രോഗം മാറ്റാഞ്ഞതും, ഞാൻ ആ മരണം ഒഴിവാക്കാഞ്ഞതും നിങ്ങളെ ഓർത്തിട്ടാ. കാരണം നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കണം കുഞ്ഞുങ്ങളെ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ടുപോകും. ഞാൻ കല്ലറയ്ക്കകത്ത് പ്രവേശിക്കും. എൻ്റെ മുമ്പിൽ വലിയ കല്ലുരുട്ടി വെക്കും. പടയാളികൾ അവിടെ ഇറങ്ങി നിൽക്കും. വീട്ടിൽ നിങ്ങളിരുന്ന് കരയരുത്. ഈ മന്ദിരം പൊളിക്ക് 3 ദിവസം കൊണ്ട് ഞാൻ ഇതിനെ പണിയുമെന്ന് പറഞ്ഞത് നിങ്ങളോട് ഓർമ്മയില്ലേ? 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയില്ലേ? എനിക്കതൊന്ന് തെളിയിക്കണം. 3 അല്ല 4 ദിവസമായാലും ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന്. വെളിപ്പാട് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? യേശു പറഞ്ഞു ഞാൻ 3 ദിവസം കൊണ്ട് ഉയർക്കുമെന്ന. പക്ഷെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞൊരു ദൂത്, കുഞ്ഞുങ്ങളെ 3 അല്ല 4 ദിവസം നാറ്റം വെച്ചാലും ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കും. വിട്ടുകൊടുക്കരുത്. ഇന്ന് രാത്രി ആ വെളിപ്പാട് പ്രാപിക്കുക. ഇന്ന് രാത്രി എന്തിനാ യേശു അവിടെ നിന്നത്? എന്തിനാ യേശു അവിടെ വൈകിയത്? ചില സത്യം വിളിച്ചു പറയാൻ. പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഒരു കത്തൽ കൊട്ടട്ടെ. ചില വിഷയങ്ങളിലുള്ള നിന്റെ ഭാരം ഇന്ന് രാത്രി അഴിയട്ടെ. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു. അപ്പുറത്തെന്തുവാ? കരച്ചില. അപ്പുറത്തെന്തുവാ? ഉപവാസമാ. അപ്പുറത്തെന്താ? പ്രാർത്ഥനയാ. ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുക ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ കരയുക, പക്ഷെ നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. കാരണം നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം കുഞ്ഞുങ്ങളെ, സഭ പണിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഞാൻ ഒരു വലിയ ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാ. നിങ്ങൾ വിശ്വസിക്കണം. 4 ദിവസമായാലും നാറ്റം വെച്ചാലും എനിക്ക് ഉയർപ്പിക്കാൻ കഴിയുമെങ്കിൽ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. എൻ്റെ വാക്കുകൾ നിർത്താൻ പോകുകയാ. താഴോട്ട് വരുമ്പോൾ യേശു അവനെ വെച്ചത് എവിടെ എന്ന് കാണിക്കാൻ പറയുന്നുണ്ട് അല്ലേ? വായിച്ചോ വാക്യം, വേഗം വായിച്ചാൽ അവസാനിപ്പിക്കാം. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. ഈ അത്ഭുതം ഏതിനെ കാണിക്കുന്നു? യേശുവിൻ്റെ ഉയർപ്പിനെ കാണിക്കുന്നു. അവിടെ എന്തോ ഉണ്ട്? കല്ലുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നത് കേട്ടോ, കല്ലുരുട്ടി അതിൽ എഴുതിയിരിക്കുന്നേ കല്ലുരുട്ടി മാറ്റ്, കല്ല് നീക്കുവീൻ. മറിയോ സഹോദരി വന്നിട്ട് പറയുക കർത്താവ് കല്ലുരുട്ടി മാറ്റാൻ വരട്ടെ. നാറ്റം വെച്ചു തുടങ്ങി. യേശു എന്നാ പറഞ്ഞേ?
യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അടുത്തേ, അവർ കല്ല് നീക്കി. യേശു അവർ കല്ല് നീക്കി. ഇവിടെ ആരാ കല്ല് നീക്കിയേ? ഇവിടെ ആരാ കല്ല് നീക്കിയേ? ആരാന്നറിയത്തില്ല. പക്ഷെ ഇതേപോലെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു കല്ലുരുളും. ഓ ജീസസ്. അത് ഉരുട്ടുന്നത് മനുഷ്യനല്ല, അത് ഉരുട്ടുന്നത് ദൂതന്മാരായിരിക്കും. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? ശിഷ്യന്മാരെ, ഞാൻ വേണമെങ്കിൽ കല്ല് ഉരുട്ടാതെ എനിക്ക് ലാസറിനെ പുറത്ത് കൊണ്ടുവരാം. കല്ലുരുട്ടി മാറ്റാതെ, ഞാൻ പറഞ്ഞ് പിടികിട്ടുന്നുണ്ടോ? കല്ലുരുട്ടി മാറ്റാതെ ലാസറിനെ എനിക്ക് പുറത്തു കൊണ്ടുവരാം. അതിനുള്ള തെളിവെന്നാ? ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കയ്യും, ശ്രദ്ധിച്ചേ, അവന്റെ കാലും കയ്യും, അവന്റെ കയ്യും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടി. ഒരു മിനിറ്റ് നിന്നേ. ഇവൻ എവിടെ ഇട്ടിരിക്കുന്നേ? ഗുഹയ്ക്കകത്ത്. പുറത്തു വരാൻ പറഞ്ഞപ്പോ ഈ ലാസർ എങ്ങനെയാ പുറത്തു വന്നേ? നടന്നു വന്നു. നിനക്ക് ഞാൻ പറഞ്ഞ പിടികിടുന്നുണ്ടോ? പറഞ്ഞപ്പം ഗുഹയുടെ വാതിക്കൽ ആര് വന്നു? നടന്നു വരാൻ പറ്റുമോ? അല്ലെങ്കിൽ അകത്ത് വെച്ച് രൂപാന്തരം സംഭവിച്ചു? നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൂസായിട്ടല്ല ഇത് കെട്ടുന്നേ, ടൈറ്റായിട്ട് കെട്ടിവെച്ചിരിക്കുക റൂമാല്. പരിചയമില്ലാത്ത ഗുഹയാ, കണ്ണ് കാണാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ലാസറ നീ പുറത്തു വന്നേ? എൻ്റെ ചോദ്യം, കല്ല് മാറ്റണമായിരുന്നോ യേശുവിന് ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ? പക്ഷെ അവിടെ യേശു ഒരു കാര്യം തെളിയിക്കുക, ഇതുപോലെ ഉരുട്ടി വെക്കുന്നൊരു ദിവസമുണ്ട്. പക്ഷെ ശിഷ്യന്മാരെ, നിങ്ങൾ കണ്ടോണം, ദൂതനിറക്കി ഒരു കല്ലുരുട്ടി മാറ്റും. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കല്ലുകൾ ദൈവം ഉരുട്ടി മാറ്റാൻ പോകുകയാ. ഇന്ന് രാത്രി കർത്താവ് ഈ അത്ഭുതത്തിലൂടെ പറയുന്നത് എന്നറിയാമോ? ഞാനൊരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു ഭാഗമാണ്. എന്നറിയാമോ? ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചുമ്മാ അങ്ങ് വിശ്വസിച്ചാൽ മതി. മലന്ന് കിടന്നിടത്തുനിന്ന് നേരെ എവിടെ വന്ന് നിന്നു? കല്ലറയുടെ വാതുക്കൽ. ഒരു വിധത്തിലും നടന്നു വരാനൊക്കത്തില്ല. ഗുഹയ്ക്കകത്താ. പോട്ടെ, 1/2 ഇഞ്ച് നീങ്ങാമോ? നിങ്ങളൊന്ന് പറയുന്നേ. കാരണം ചുമ്മാതല്ല ഇത്, പിന്നെ സുഗന്ധവർഗമൊക്കെ വെച്ച് കെട്ടിയാ ഇത് ചുറ്റുന്നേ. ഇത് വെച്ച് ചലിക്കാനൊക്കത്തില്ല. സ്റ്റിഫ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ആ ബന്ധനത്തിനകത്തൊരത്ഭുതം ചെയ്തവൻ എൻ്റെ ദൈവം. ആമേൻ പറയുന്ന രാത്രി, നിന്റെ അകത്ത് ജീവൻ തരാൻ പുറത്തേത് അഴിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ജീവൻ പകരാൻ ദൈവശക്തനായ ദൈവമാണ്. കണ്ണുകളടയ്ക്കുക. ഇതൊരു സാധാരണ അത്ഭുതമായി കാണരുത്. ഭയങ്കര ആത്മീക ദൂതുകളെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ദൈവം അവിടെ ഒരുക്കുകയാണ്. നിങ്ങൾ കണ്ണുകളടച്ച് ഞാൻ വാക്യം മാത്രം വായിക്കാം. അവിടെ ആ കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവർ കല്ല് നീക്കി മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അടുത്ത വാക്ക്, നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും, അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, എങ്കിലും നീ എന്നെ അയച്ചെന്ന് മാർത്തയും മറിയയും വിശ്വസിക്കണം എന്നല്ല എഴുതിയിരിക്കുന്നേ. ചില ദിവസങ്ങൾക്ക് മുൻപ് മാർത്തയും മറിയയും അയച്ച ദൂതന്മാർ വിശ്വസിക്കണം എന്നല്ല എഴുതിയിരിക്കുന്നേ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാനിത് പറയുന്നു. ആരുടെ നിമിത്തം? ചുറ്റും നിൽക്കുന്ന പുരുഷാരം. മാർത്തയെ മറന്നിട്ടാണോ? മറിയെ മറന്നിട്ടാണോ? അല്ല. പിന്നെ ഇതിൻ്റെ പുറകിലെ ഉന്നതമായ ദൈവത്തിൻ്റെ ഉദ്ദേശം. ലോകം മനുഷ്യൻ മനസ്സിലാക്കണം, ഒരു ഉയർപ്പുണ്ട്. കണ്ണുകളടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്.